ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ എന്റെ മക്കളെ തലയിൽ ഒരു കെട്ടും ഒരു കാവി ഇതൊക്കെ കുടിപ്പിച്ചിട്ട് ഞാൻ എന്റെ കുട്ടിയെ നാളെ സ്കൂൾ കൊണ്ടുപോയി എന്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിൽ കെട്ട് കെട്ടി പോകണം പറഞ്ഞാൽ പോയാൽ സ്കൂൾ സമ്മതിക്കും, സമ്മതിക്കും, നമ്മളെ സമ്മതിക്കും. പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോകാം, അവർക്ക് ആരാധന നടത്താം. ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകൾ കുട്ടികളായിരിക്കും. അതല്ലേ നമ്മളെല്ലാം ചെയ്യണം. ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ലാത്തതല്ലോ ഹിന്ദു വേഷധാരിയായിട്ട് എന്റെ മക്കൾ പോകണം, എനിക്ക് ആഗ്രഹമുണ്ടോ? അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലമല്ല സ്കൂൾ. സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അത് അതിനുള്ള അധികാരം മാനേജ്മെന്റ്. അത് അറിയാതെയാണ് വിദ്യാഭ്യാസം. ഞങ്ങളാരും ഹിജാബിനെതിരല്ലേ എത്ര വേണം ഇപ്പൊ കേരളത്തിലെ സ്ത്രീകളല്ല പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ആരെങ്കിലും എതിർക്കും, അവർ നടക്കും. പക്ഷേ സ്കൂൾ എന്ന് പറയുമ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ അവരുടെ മാനേജ്മെന്റ് യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. ആ യൂണിഫോമിലാണ് പോകണം. കന്യാസ്ത്രീ കുട്ടികളല്ലല്ലോ. കന്യാസ്ത്രീകളെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലാണ് പ്രശ്നം. പഠിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾ SDPIയോ MES ജമാഅത്തെ ഇസ്ലാം അവർ നടത്തുന്ന സ്കൂൾ അവർ അങ്ങനെ പോയിക്കോട്ടെ. ഞങ്ങൾ ആരും എതിരല്ല, ഇത് ആരും എതിരല്ല. ഓരോ മാനേജ്മെന്റും അവരവരെ സ്കൂളിൽ യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. ആ യൂണിഫോം ഇട്ട് കുട്ടികൾ വരണം. ശബരിമല കാലത്ത് ഇനി ഒരു 6 ദിവസം കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടെടുത്തിട്ടാണ് നടക്കുന്നത്. അതിപ്പോ ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലും അവരുടെ യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളെ കറുത്ത മുണ്ടെടുത്ത് പോകണം പറഞ്ഞ് ഞങ്ങൾ നാളെ അറിയാൻ എന്തായിരിക്കും ഞങ്ങളെ പോകുന്ന കൊലവിളിക്കുന്നത്? സർക്കാരിന്റെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോട്ടെ, അതിനെന്താ തെറ്റ്? സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് അവരുടെ സ്കൂളിൽ യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കാനുള്ള ആവശ്യമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ മതം അനുശാസിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ പോകാനുള്ള ആവശ്യമുണ്ട്. അതാണ് നമ്മളൊരു ബോസുകളുടെ സമൂഹമാണ്. അങ്ങനെ നമ്മൾ പോകണം എന്ന് പറയുന്നത്. പോയിക്കോട്ടെ, എത്ര സ്കൂളിൽ അതിൽ 10 തുടങ്ങിക്കോളി. ആരെവിടെ തടസ്സം? നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ കിട്ടില്ല നിങ്ങൾക്ക് അനുവാദം. അല്ല NSS SNDP ചോദിച്ചാൽ പിടിച്ചു വെക്കുന്നത് നിങ്ങൾ മുസ്ലിം സംഘടനകൾ വെച്ച് അപ്പോൾ കൊടുക്കില്ലേ? അതല്ലേ കേരളത്തിൽ മതതരത്വം. ഒരു 10 സ്കൂൾ തുടങ്ങും, കാശുകൊണ്ട് സ്കൂൾ തുടങ്ങാനുള്ള സൗകര്യം കുട്ടികൾ അവിടെ പഠിക്കട്ടെ. അല്ലല്ലോ ഇത് അവരവിടെ പഠിക്കട്ടെ. ആർക്കാ പ്രശ്നം? മുല്ലക്കന്മാർ 5-6 സ്കൂൾ തുടങ്ങട്ടെ, എന്നിട്ട് മുല്ലക്കന്മാർ മക്കൾ അതുപോലെ പോട്ടെ. അല്ലാതെ ഇത് പിന്നെ ഒരു യൂണിഫോമുള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കുന്നത് അത് ന്യായമല്ല. അതിനോട് യോജിക്കാം. അതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ്. അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ, കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാം.